പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളെ കൊണ്ട് മാതാപിതാക്കൾ വരുമ്പോൾ മരുന്നിന് അതിൻ്റെതായിട്ടുള്ള എഫക്റ്റ് ഉണ്ട്, അതിനൊരു മെക്കാനിസം ഉണ്ട്. പക്ഷേ ചില സമയത്ത് ആ മരുന്ന് ആ ഒരു ശരീരത്തിൽ ഏൽക്കണമെങ്കിലും ഒരു എഫക്റ്റ് വരണമെങ്കിലും അവിടെ ഒരു ദൈവപ്രവൃത്തി നടക്കണം. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ശുശ്രൂഷയോട് സഹകരിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. എൻ്റെ ഒരു ഏറ്റവും വലിയ സ്വപ്നമാണ് ഈ അൺറീച്ച്ഡ് ആയിട്ടുള്ളിടത്ത്, പ്രത്യേകിച്ച് മെഡിക്കൽ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്തൊരിടത്ത് അവിടെ പോയി വിശ്വമാനവികതയെ മനുഷ്യത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ സന്ദേശത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ അതുല്യ ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ബാംഗ്ലൂർ അവതരിപ്പിക്കുന്ന ബൈബിൾ ബ്രെയിൻസിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് ബാംഗ്ലൂർ, ബൈബിൾ ബ്രെയിൻസ്, powered by Good News Live. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. പ്രേക്ഷകർക്കും ബൈബിൾ ബ്രെയിൻസിന്റെ ഭാഗമാകാൻ ഇതാ ഒരവസരം. ഇന്ന് രാത്രി 8 മണിക്ക് സംപ്രേഷണം ചെയ്യുന്ന ബൈബിൾ ബ്രെയിൻസ് എപ്പിസോഡിന്റെ 3 സമയങ്ങളിലായി 3 സൂചനകൾ. ആദ്യം ശരിയുത്തരം അയക്കുന്ന വ്യക്തിക്ക് 1000 രൂപ വിലമതിക്കുന്ന സമ്മാനം. ചോദ്യങ്ങൾക്കായി കാത്തിരിക്കൂ, ഉത്തരങ്ങൾ അയക്കൂ, സമ്മാനങ്ങൾ നേടൂ. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടിയും. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം, അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. ബന്ധപ്പെടുക 9473737226 9400520990. ഗുഡ് ന്യൂസ് പെന്തക്കോസ്തിന്റെ മുഖശോഭ. ഇന്നത്തെ ഗുഡ് ന്യൂസ്, നാളത്തെ ചരിത്രം. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കേൾക്കുക, കാണുക. പെന്തക്കോസ്തിന്റെ ചരിത്രം വിരൽ തുമ്പിൽ. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. കഴിഞ്ഞ ആഴ്ചയിലെ പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ ശരിയുത്തരം എരിഹോ. കഴിഞ്ഞ ആഴ്ചയിലെ വിജയി ഷാനി ജോസ്, തിരുവനന്തപുരം. ബൈബിൾ ബ്രെയിൻസിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ആരുമാകട്ടെ, ഏത് പ്രസ്ഥാനമോ ഏത് വിശ്വാസമോ ബൈബിൾ വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ മത്സരത്തിൽ ഉത്തരം നൽകാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പങ്കെടുക്കാം. അതിനുവേണ്ടി ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേര്, വയസ്സ്, സ്ഥലം, നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനം അവയെല്ലാം രേഖപ്പെടുത്തി ഞങ്ങൾക്ക് അയക്കുക. നിങ്ങൾക്കും പങ്കെടുക്കാൻ ഇതാ സുവർണാവസരം. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. നമ്മൾ പലപ്പോഴും എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തിട്ടും ഉപദ്രവിക്കപ്പെടുന്നവരാണ്. നമ്മുടെ രാജ്യം അങ്ങനെ ഒരു സമാന സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. എല്ലാവിധത്തിലും നീതിയും യുക്തവുമായുള്ളത് ചെയ്തിട്ടും ഉപദ്രവിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്കായി തീർന്നു. വിശുദ്ധ ബൈബിൾ പറയുന്നു, സ്വർഗരാജ്യം അങ്ങനെയുള്ളവരുടേതാണ്. നമുക്ക് അങ്ങനെയുള്ള ഉപദ്രവങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ, എൻ്റെ നാമനിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുത് എന്ന് കർത്താവ് നമ്മോട് അരുളി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ പ്രതിസന്ധികളുടെ നടുവിൽ നമുക്ക് വചനത്തിൽ ഉറച്ച് മുൻപോട്ട് പോകാം. ബൈബിൾ ബ്രെയിൻസിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം
ഒരു അതിഥി കടന്നു വന്നിട്ടുണ്ട്. നമുക്ക് അതിഥിയെ പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. എന്താണ് പേര്? എൻ്റെ പേര് സ്റ്റെഫി സൂസൻ ജോൺ. എന്ത് പ്രൊഫഷനാണ്? ഞാൻ മെഡിക്കൽ ഡോക്ടറാണ്. മെഡിക്കൽ ഡോക്ടറാണ്. അതെ അതെ. ഇങ്ങനൊരു ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാനുണ്ടായ താല്പര്യം? എനിക്ക് ബൈബിൾ വായിച്ച് അതിൽ ആ ഒരു നോളജ് എക്സസൈസ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ ചെറുപ്പത്തിൽ ബൈബിൾ ക്വിസും അങ്ങനത്തെ ഒക്കെ പരിപാടികൾ വരുമ്പം ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വന്ന് പങ്കെടുക്കണമെന്നുള്ളൊരു ആഗ്രഹം. അങ്ങനെ ഇത്രത്തോളം കാലം ബൈബിൾ പഠിച്ചതെല്ലാം മനസ്സിലുണ്ടോ എന്ന് പരിശോധിക്കാനുള്ളൊരു സമയമായിട്ടാണ് ഇതിനെ വിനിയോഗിക്കുന്നത്. അതെ അതെ. ഓക്കെ, അപ്പം നമ്മുടെ മത്സരത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടെന്ന് കരുതുകയാണ്. എങ്കിലും ചെറുതായി ഞാൻ അതിൻ്റെ മാർഗരേഖ ഒന്ന് വിശദീകരിക്കുകയാണ്. നമുക്ക് മുഴുവൻ 12 ചോദ്യങ്ങളാണുള്ളത്. ആ 12 ചോദ്യങ്ങൾ 4 ഗ്രൂപ്പുകളായിട്ടാണ് വേർതിരിക്കുന്നത്. 500 രൂപയിൽ തുടങ്ങി 10,000 രൂപയിൽ അവസാനിക്കുന്ന 12 ചോദ്യങ്ങൾ. ആദ്യത്തെ ഗ്രൂപ്പിൽ 4 ചോദ്യങ്ങളാണുള്ളത്. ആ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ 1000 രൂപയാണ് സമ്മാനമായിട്ട് ലഭിക്കുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. പഴയ നിയമമാണോ പുതിയ നിയമമാണോ എന്ന് തിരഞ്ഞെടുക്കാം. എവിടെ നിന്ന് വേണമെങ്കിലും. മത്സരാർത്ഥിയുടെ താല്പര്യപ്രകാരമാണ് ചോദ്യം ചോദിക്കുന്നത്. ആ റൗണ്ടിൽ 4 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ 3000 രൂപ സമ്മാനമായി ലഭിക്കും. അടുത്തത് മൂന്നാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവിടെ 3 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ മിഷണറി ചരിത്രത്തിൽ നിന്ന്, അല്ലെങ്കിൽ ലോക മതങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ക്രൈസ്തവ ഗാനങ്ങളിൽ നിന്ന്. ഈ 3 ഭാഗങ്ങൾ ഏതെങ്കിലും ഒന്ന് മത്സരാർത്ഥിക്ക് തിരഞ്ഞെടുക്കാം. ആ 3 ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകിയാൽ 6000 രൂപ സമ്മാനത്തിലേക്ക് കടക്കും. അവിടെ മത്സരം അവസാനിപ്പിച്ചാൽ 6000 രൂപയുമായി മടങ്ങിപ്പോകാം. അല്ല, ഇനി 12ാമത്തെ ബമ്പർ ചോദ്യത്തിന് ഉത്തരം പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. ആ ചോദ്യം കണ്ടതിന് ശേഷം ഇല്ല ഞാൻ നിർത്തുകയാണ് എന്ന് താല്പര്യപ്പെടുകയാണെങ്കിൽ അവിടെ നിർത്താം. അല്ല, ഉത്തരം പറഞ്ഞിട്ട് തെറ്റിപ്പോയാൽ ആ 3ാമത്തെ റൗണ്ടിൽ ലഭിച്ച 6000 രൂപ 3000 രൂപയാകും. ഇതാണ് നമ്മുടെ മത്സരത്തിന്റെ ചോദ്യങ്ങളും അതിൻ്റെ ക്രമീകരണങ്ങളും. അത് കൃത്യമായി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുക. അപ്പോൾ മത്സരത്തിലേക്ക് നമുക്ക് കിടക്കാം. വഴിയെ നമുക്ക് മറ്റു കാര്യങ്ങൾ ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം: ആരുടെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കാനാണ് മടിയനെ ശലോമോൻ ഉപദേശിക്കുന്നത്? ഓപ്ഷൻ എ മാൻ, ഓപ്ഷൻ ബി സിംഹം, ഓപ്ഷൻ സി വെട്ടുക്കിളി, ഓപ്ഷൻ ഡി ഉറുമ്പ്. ആരുടെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കാനാണ് ശലോമോൻ ഉപദേശിക്കുന്നത്? ഓപ്ഷൻ ഡി ഉറുമ്പ്. ഓപ്ഷൻ ഡി ഉറുമ്പ്. ഉറപ്പിക്കാം? സംശയമില്ലാത്ത കാര്യമാണ്. ഉറപ്പിക്കാം. ഓപ്ഷൻ ഡി ഉറുമ്പ്. ഓപ്ഷൻ ഡി ഉറുമ്പിൽ സംശയമൊന്നുമില്ല. നമ്മൾ സദൃശ്യവാക്യങ്ങളാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചെറുപ്പകാലത്തിൽ കുഞ്ഞുങ്ങളെയൊക്കെ വായിക്കാൻ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു പുസ്തകം സദൃശ്യവാക്യങ്ങളാണ്. അപ്പൊ സദൃശ്യവാക്യത്തിൽ ശലോമോൻ വളരെ കൃത്യമായിട്ട് കൊടുക്കുന്നൊരു ഉപദേശമാണ്. കാരണം ഉറുമ്പിന്റെ വഴികളെയൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം ഇവരെത്ര കൃത്യമായിട്ടും എത്ര നിരനിരയായിട്ടും ഒക്കെയാണ് അവരുടെ അധ്വാനങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മടിയന് നോക്കാൻ പറ്റുന്നത്. അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ മടി ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു മെഡിക്കൽ പ്രൊഫഷനിൽ നിൽക്കുമ്പോൾ മടി പിന്നെ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പേഷ്യൻസിന്റെ ഒരു കൺസേൺ വെച്ചിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ചില സമയങ്ങളെ ചില കാലാവസ്ഥകളൊക്കെ വരുമ്പോൾ ഒരു മടിപ്പ് വരും. പിന്നെ അങ്ങനെ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ഉറുമ്പിന്റെ അതൊരു ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതൊരു നമ്മളെ ഒന്ന് ഉത്സാഹിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട്. വളരെ ക്രമീകൃതമായിട്ടാണ് അവര് വർക്ക് ചെയ്യുന്നത്. അതുപോലെ വർക്ക് ചെയ്യാൻ പ്രൊഫഷണൽ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ഉറുമ്പ്. ഉത്തരം ശരിയാണോ? ഓപ്ഷൻ ഡി ഉറുമ്പ് ഉത്തരം വളരെ ശരിയാണ്. 500 രൂപയാണ് സമ്മാനമായിട്ട് ലഭിച്ചിരിക്കുന്നത്. 500 രൂപ ശാശ്വതമല്ല. 4 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാലേ 1000 രൂപ എന്ന തുകയിൽ എത്താൻ പറ്റത്തുള്ളൂ. ഒരു ഭയം എങ്കിലും അകത്ത് തോന്നുന്നുണ്ട്, ഇനി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ന് ചിന്തിക്കാറുണ്ടോ? അങ്ങനെയില്ല, നോക്കാമെന്നുള്ളൊരു നമുക്ക് നോക്കാം. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഒന്നാമത്തെ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം: 7 അപ്പം കൊണ്ട് ജനത്തെ പോഷിപ്പിച്ചപ്പോൾ എത്ര വട്ടി അപ്പമാണ് ശേഷിച്ചത്? 7 അപ്പം കൊണ്ട് ജനത്തെ പോഷിപ്പിച്ചപ്പോൾ. ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 7, ഓപ്ഷൻ സി 10, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഏതാ? 7 അപ്പം കൊണ്ട് ഒരത്ഭുതം. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതാണ്. അപ്പോഴും കുട്ടയിൽ അപ്പം ശേഷിച്ചിരുന്നു. ഇത് 7 അപ്പം കൊണ്ട് രണ്ടാമത്തെ അത്ഭുതമാണ്. അപ്പോൾ
എത്ര അപ്പമാണ്, എത്ര വട്ടി അപ്പമാണ് ശേഷിച്ചത്? ഓപ്ഷൻ ബി 7. ഓപ്ഷൻ ബി 7. നമ്മൾ ടൈമർ തിരികെയാണ്. ഓപ്ഷൻ ബി 7 നമ്മൾ ഉത്തരം ഉറപ്പിക്കുകയാണ്. ഓപ്ഷൻ ബി 7 ഉത്തരമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ അത്ഭുതം യേശുക്രിസ്തു 5 അപ്പവും 2 മീനും കൊണ്ട് ജലത്തെ പോഷിപ്പിക്കുമ്പോൾ അവിടെ 12 കൊട്ടയാണ് മിച്ചം വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാ ശിഷ്യന്മാരും ഓരോ കൊട്ട വീതം എടുത്തുകൊണ്ടുപോയി. രണ്ടാമത് 7 അപ്പം കൊണ്ട് കർത്താവ് ജനത്തെ പോഷിപ്പിക്കുമ്പോൾ അവിടെ 4000 പേരെ പോഷിപ്പിക്കുന്ന ഒരു അത്ഭുതമാണ്. അവിടെയും മിച്ചം വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ മിച്ചം വന്നതിൻ്റെ ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ വന്നത്. ഈ ചോദ്യത്തിൽ നിന്നുകൊണ്ട് മറ്റ് 1-2 കാര്യങ്ങൾ ചോദിക്കാം. കുടുംബം, കുഞ്ഞുങ്ങൾ. 3 കുഞ്ഞുങ്ങളുണ്ട്. 3 പേരും മൂത്ത ആള് 5 വയസ്സ്, രണ്ടാമത്തെ ആള് 3 വയസ്സ്. മൂത്ത 2 ആൺമക്കള്. ഇളയ മോളാണ്. മോക്കിപ്പോ 1.5 വയസ്സ്. എന്റെ ഹസ്ബൻഡ് ഇവിടെ ഒരു ബൈബിൾ കോളേജിൽ, ഏജിയുടെ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്, പാസ്റ്റർ. ഹസ്ബൻഡ് ഏജിയുടെ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുകയാണ്. അതെ. ഇപ്പോ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി 7 പറഞ്ഞിരിക്കുന്നത്. ആ ഉത്തരം ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി 7. ആ ഉത്തരം വളരെ ശരിയാണ്. വളരെ ശ്രദ്ധിച്ച് ഓരോ റൗണ്ടുകളിലും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. 600 രൂപ ഈ റൗണ്ടിൽ സമ്മാനമായി ലഭിച്ചിട്ടുണ്ട്. ഇനി പ്രേക്ഷകർക്കുള്ള അവസരമാണ്. ശ്രദ്ധിക്കുക, 3 സൂചനകളാണ് നിങ്ങൾക്കുള്ളത്. ആ 3 സൂചനകളും ശ്രദ്ധിച്ചതിന് ശേഷം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വേണം നിങ്ങളുടെ ഉത്തരങ്ങൾ സമർപ്പിക്കാൻ. 3 സൂചനകൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവിടെയാണ് നിങ്ങളുടെ ഉത്തരം സമർപ്പിക്കേണ്ടത്. ഇതാ പ്രേക്ഷകർക്കായിട്ടുള്ള ചോദ്യത്തിന്റെ 1-ാമത്തെ സൂചന. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ 1-ാം സൂചന. ചരിത്ര പുസ്തകങ്ങളിൽ മാത്രം പേർ പറഞ്ഞിരിക്കുന്ന ഞാൻ ഇസ്രായേൽ രാജാക്കന്മാരിൽ ഒരാളുടെ ഭാര്യയാണ്. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8861517777. പ്രേക്ഷകർക്കും ബൈബിൾ ബ്രെയിൻസിന്റെ ഭാഗമാകാൻ ഇതാ ഒരവസരം. ഇന്ന് രാത്രി 8 മണിക്ക് സംപ്രേഷണം ചെയ്യുന്ന ബൈബിൾ ബ്രെയിൻസ് എപ്പിസോഡിന്റെ 3 സമയങ്ങളിലായി 3 സൂചനകൾ. ആദ്യം ശരിയുത്തരം അയക്കുന്ന വ്യക്തിക്ക് 1000 രൂപ വിലമതിക്കുന്ന സമ്മാനം. ചോദ്യങ്ങൾക്കായി കാത്തിരിക്കൂ, ഉത്തരങ്ങൾ അയക്കൂ, സമ്മാനങ്ങൾ നേടൂ. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടിയും. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. ബന്ധപ്പെടുക 9473737276 9400520990. ഗുഡ് ന്യൂസ് പെന്തക്കോസ്തിന്റെ മുഖശോഭ. ഇന്നത്തെ ഗുഡ് ന്യൂസ്, നാളത്തെ ചരിത്രം. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കേൾക്കുക, കാണുക. പെന്തക്കോസ്തിന്റെ ചരിത്രം വിരൽ തുമ്പിൽ. ബൈബിൾ ബ്രെയിൻസിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ആരുമാകട്ടെ, ഏത് പ്രസ്ഥാനമോ ഏത് വിശ്വാസമോ ബൈബിൾ വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ മത്സരത്തിൽ ഉത്തരം നൽകാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പങ്കെടുക്കാം. അതിനുവേണ്ടി ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേര്, വയസ്സ്, സ്ഥലം, നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനം അവയെല്ലാം രേഖപ്പെടുത്തി ഞങ്ങൾക്ക് അയക്കുക. നിങ്ങൾക്കും പങ്കെടുക്കാൻ ഇതാ സുവർണാവസരം. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. ഒന്നാമത്തെ റൗണ്ടിലെ 3-ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. വളരെ ശ്രദ്ധയോടെ മത്സരിക്കാം. ഒന്നാമത്തെ റൗണ്ടിലെ 3-ാമത്തെ ചോദ്യം. ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച്
വിവേകി ആയിരുന്നവൻ ആരാണ്? ഓപ്ഷൻ എ യോസെഫ്, ഓപ്ഷൻ ബി ദാനിയേൽ, ഓപ്ഷൻ സി ഹനന്യാവ്, ഓപ്ഷൻ ഡി അബേദ്നെഗോ. ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നവൻ ഇതിലാരാണ്? വളരെ ശ്രദ്ധയോടെ ഉത്തരം പറയാം. 35 സെക്കൻഡ് അവശേഷിക്കുന്നുണ്ട്. ഓപ്ഷൻ ബി ദാനിയൽ. ഓപ്ഷൻ ബി ദാനിയേൽ. ഓപ്ഷൻ ബി ദാനിയേൽ ഉറപ്പിക്കുകയാണ്. ഓക്കെ, ഓപ്ഷൻ ബി ദാനിയേൽ ഉത്തരം ഉറപ്പിക്കുകയാണ്. ഓപ്ഷൻ ബി ദാനിയേൽ ഉറപ്പിക്കാം. സ്വപ്നം അങ്ങനെ കാണാറുണ്ടോ? സ്വപ്നം കാണാറുണ്ട്. സ്വപ്നം കാണാറുണ്ട്. ജീവിതത്തിൽ എന്താണ് ഏറ്റവും വലിയൊരു സ്വപ്നമായിട്ട് കാണുന്നത്? മുമ്പിലേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസനോടൊത്ത് ശുശ്രൂഷയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ, അതിലൊരു സഹകാരിയായി ഈ പ്രൊഫഷനോടൊത്ത് തുടരുമ്പോൾ ലൈഫിനകത്ത് അങ്ങനെ എന്തെങ്കിലും പങ്കുവെക്കാൻ കഴിയുന്ന ഡ്രീംസ് ഉണ്ടോ? അതെ, എൻ്റെ ഒരു ഏറ്റവും വലിയ സ്വപ്നമാണ് ഈ അൺറീച്ച്ഡ് ആയിട്ടുള്ളിടത്ത്, പ്രത്യേകിച്ച് മെഡിക്കൽ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്തൊരിടത്ത് അവിടെ പോയി നമ്മൾ മെഡിക്കൽ ഫെസിലിറ്റീസും കൊടുക്കണം, അതോടൊപ്പം തന്നെ സുവിശേഷം ഒരു ക്യാമ്പൊക്കെ നടത്തണമെന്ന് അങ്ങനെ ഒരു സ്വപ്നമുണ്ട്. നമ്മുടെ പൂർവ്വകാല മിഷണറിമാരെ പോലെ തന്നെ മെഡിക്കൽ മിഷനായിട്ട് മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അൺറീച്ച്ഡ് ആയിട്ടുള്ള മേഖലകളിലേക്ക് കടന്നു പോകണമെന്ന് താല്പര്യപ്പെടുന്നുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം സഹായിക്കട്ടെ. അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥമായിട്ടുള്ള സ്വപ്നം നമ്മുടെ ഉറക്കം കെടുത്തുന്നതാണ് എന്നാണ് അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുകയും ചെയ്താൽ നിശ്ചയമായിട്ടും നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ദൈവം സഹായിക്കും. നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിശോധിക്കാം. ഒന്നാമത്തെ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ദാനിയേൽ. ഉത്തരം ശരിയാണ്. ഓപ്ഷൻ ബി ദാനിയേൽ ഉത്തരം ശരിയാണ്. സ്വപ്നങ്ങളെയും ദർശനങ്ങളെയും കുറിച്ച് വിവേകമുണ്ടായിരുന്നയാൾ ദാനിയേലാണ്. 800 രൂപ സമ്മാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതും ശാശ്വതമല്ല, അടുത്ത ചോദ്യത്തിനും കൂടി ഉത്തരം പറഞ്ഞെങ്കിൽ മാത്രമേ 1000 രൂപ തുക അവിടെ നമുക്ക് അത് ഉറപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് വേഗത്തിൽ നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടന്നു പോകും. ഒന്നാമത്തെ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം. യോനയ്ക്ക് തണൽ നൽകേണ്ടതിന് ദൈവം കൽപ്പിച്ചാക്കിയ വൃക്ഷം ഇവയിലേതാണ്? ഓപ്ഷൻ എ ആവണക്ക്, ഓപ്ഷൻ ബി പിജുല വൃക്ഷം, ഓപ്ഷൻ സി ചൂരച്ചെടി, ഓപ്ഷൻ ഡി കരുവേലകം. ഇതിലേത് വൃക്ഷമാണ് യോനയ്ക്ക് തണൽ നൽകാൻ ദൈവം കൽപ്പിച്ചാക്കിയത്? അത് വളരെ നമ്മുടെ ഈ പരിസരത്തൊക്കെ കണ്ടുവരുന്ന ഒരു വൃക്ഷമാണ്. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു വൃക്ഷമാണ്. ഓപ്ഷൻ എ ആവണക്ക്. ഓപ്ഷൻ എ ആവണക്ക്. ഉത്തരം ഉറപ്പിക്കാം. ഓപ്ഷൻ എ ആവണക്ക് ഉത്തരം ലോക്ക് ചെയ്യാവുന്നതാണ്. ഈ മറ്റ് വൃക്ഷങ്ങൾ, ഈ പിജുല വൃക്ഷം അബ്രഹാം നട്ടിട്ടുള്ളതായി ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ചൂരച്ചെടിയെ നമുക്ക് പരിചയമുണ്ടല്ലോ. ചൂരച്ചെടി ഏലിയാവ് മരിക്കാൻ ആഗ്രഹിച്ച് കിടന്ന ചെടിയാണ് ചൂരച്ചെടി. കരുവേലകവും ഒരുപാട് ബൈബിൾ പ്രാധാന്യം ഉള്ളതാണ്. പ്രത്യേകിച്ച് അബ്ശാലോമിൻ്റെ മുടി കുരുങ്ങി അബ്ശാലോം മരിച്ചത് ആദിമകാലത്ത് ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് യാത്ര തിരിച്ചിങ്ങനെ വരുമ്പോൾ അവരുടെ ആഭരണങ്ങൾ കുഴിച്ചിട്ടത് കരുവേലകത്തിൻ്റെ ചുവട്ടിലാണ്. അങ്ങനെ കരുവേലകം ബൈബിൾ സംബന്ധമായ ഒരുപാട് പ്രാധാന്യമുള്ള വൃക്ഷമാണെങ്കിലും യോന പ്രവാചകനെ ദൈവം നിനവയ്ക്ക് പറഞ്ഞയക്കുമ്പോൾ അവൻ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് മത്സ്യം ഛർദ്ദിച്ച് അവൻ കരയിൽ കിടക്കുമ്പോൾ അവൻ്റെ ശരീരം വല്ലാതെ ആയിപ്പോയിരുന്നു. അപ്പം അതുകൊണ്ട് അവനൊരു തണൽ ദൈവം കൊടുത്തതാണ് ഈ ആവണക്ക്. അതിനെക്കുറിച്ച് ഈ ഉത്തരം കൃത്യമായി ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ എ ആവണക്ക് ഉത്തരം ശരിയാണ്. അപ്പോൾ ഒന്നാം റൗണ്ട് വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നിരാശയോടെ മടങ്ങണ്ട, 1000 രൂപ സമ്മാനമായിട്ട് കിട്ടും. അപ്പോൾ രണ്ടാമത്തെ റൗണ്ട് ഫിനിഷ് ചെയ്തില്ലെങ്കിലും ഒന്നാമത്തെ റൗണ്ട് ഫിനിഷ് ചെയ്തതിന് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. ഇപ്പൊ ഏത് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ ഇവിടെ പുറ്റടിയിൽ ഒരു ഹെൽത്ത് സെന്റർ, ഗവൺമെന്റ് ഹെൽത്ത് സെന്ററിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഇവിടെ ഹൈറേഞ്ചിലേക്ക് ഏത് നാട്ടിൽ നിന്നാണ് ഹൈറേഞ്ചിലേക്ക് വന്നത്? എന്റെ സ്ഥലം കൊട്ടാരക്കരയാ. അവിടുന്ന് അച്ഛന്റെ ബൈബിൾ കോളേജിനോടുള്ള ബന്ധത്തിലാ ഇങ്ങോട്ട് ഹൈറേഞ്ചിലേക്ക് വന്നത്. ഏത് ബൈബിൾ കോളേജിലാണ് സാർ വർക്ക് ചെയ്യുന്നത്? സാർ വർക്ക് ചെയ്യുന്ന അണക്കര ഹൈറേഞ്ച് ട്രിനിറ്റി ബൈബിൾ, ഹൈറേഞ്ച് AGയുടെ ഹൈറേഞ്ച് ട്രിനിറ്റി ബൈബിൾ കോളേജിന്റെ ഉത്തരവാദിത്തത്തിലാണ് സാർ ആയിരിക്കുന്നത്. അപ്പോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു പോകാം. ടെൻഷൻ ഒന്നുമില്ലല്ലോ?
രണ്ടാമത്തെ റൗണ്ടിലേക്ക് കടന്നു. ഇപ്പൊ 1000 രൂപ സമ്മാനമായി ഉറപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ റൗണ്ട് കടന്നു വന്നിരിക്കുന്നു. ഇനി പ്രേക്ഷകർക്കായുള്ള ചോദ്യമാണ്. നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവിടെ വേണം ഉത്തരം സമർപ്പിക്കാൻ. കമന്റ് ബോക്സിലല്ല, ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവിടെ വേണം ഉത്തരം സമർപ്പിക്കാൻ. 3 സൂചനകൾ ശ്രദ്ധിക്കുക. ഏത് സൂചനയിലാണോ നിങ്ങൾക്ക് ഉത്തരം മനസ്സിലാകുന്നത് ആ വേഗത്തിൽ ഉത്തരം സമർപ്പിക്കുക. പ്രേക്ഷകർക്കായിട്ടുള്ള ചോദ്യം ഇതാ. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ രണ്ടാം സൂചന. രാജാവിന്റെ ഭാര്യ എന്ന പദവി ലഭിക്കുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരാളുടെ ഭാര്യയായിരുന്നു. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8861517777. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടിയും. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. ബന്ധപ്പെടുക 9473727226 9400520990. ഗുഡ് ന്യൂസ് പെന്തക്കോസ്തിന്റെ മുഖശോഭ. ഇന്നത്തെ ഗുഡ് ന്യൂസ്, നാളത്തെ ചരിത്രം. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കേൾക്കുക, കാണുക. പെന്തക്കോസ്തിന്റെ ചരിത്രം വിരൽ തുമ്പിൽ. ബൈബിൾ ബ്രെയിൻസിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ആരുമാകട്ടെ, ഏത് പ്രസ്ഥാനമോ ഏത് വിശ്വാസമോ ബൈബിൾ വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ മത്സരത്തിൽ ഉത്തരം നൽകാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പങ്കെടുക്കാം. അതിനുവേണ്ടി ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേര്, വയസ്സ്, സ്ഥലം, നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനം അവയെല്ലാം രേഖപ്പെടുത്തി ഞങ്ങൾക്ക് അയക്കുക. നിങ്ങൾക്കും പങ്കെടുക്കാൻ ഇതാ സുവർണാവസരം. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. രണ്ടാമത്തെ റൗണ്ടിലെ ഒന്നാമത്തെ ചോദ്യം. ആ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരു ഓപ്ഷൻ മുമ്പിൽ വെക്കുകയാണ്. പഴയ നിയമത്തിൽ നിന്ന് ചോദ്യം ചോദിക്കണോ, പുതിയ നിയമത്തിൽ നിന്ന് ചോദ്യം ചോദിക്കണോ? ഏതാണ് ഏറ്റവും താല്പര്യം? അത് തിരഞ്ഞെടുക്കാം. പുതിയ നിയമത്തിൽ. പുതിയ നിയമമാണ് താല്പര്യം. പഴയ നിയമത്തോടുള്ള താല്പര്യക്കുറവ് പുസ്തകം കൂടുതലുള്ളത് കൊണ്ടുള്ളൊരു ആദിയാണോ? പുതിയ നിയമം ഇച്ചിരൂടെ ഫ്രീക്വന്റ് ആയിട്ട് വായിക്കാറുണ്ട്. കുറച്ചുകൂടെ വായിക്കുന്നത് പുതിയ നിയമമാണ്. ഓക്കെ, പുതിയ നിയമത്തിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കാം. പുതിയ നിയമത്തിൽ നിന്ന് 5ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ, ബർത്തിമായിക്ക് കാഴ്ച നൽകിയത്. ഓപ്ഷൻ ബി, പള്ളിപ്രമാണിയുടെ മകൾക്ക് ജീവൻ നൽകിയത്. ഓപ്ഷൻ സി, സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കൽ മുടന്തനെ സൗഖ്യമാക്കിയത്. ഓപ്ഷൻ ഡി, കുളക്കരയിലെ രോഗിക്ക് സൗഖ്യം നൽകിയത്. ഇതിലേതാണ് യേശു ചെയ്യാത്ത അത്ഭുതം? ഓപ്ഷൻ സി, സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൽ മുടന്തനെ സൗഖ്യമാക്കി. ഓപ്ഷൻ സി, സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കൽ മുടന്തനെ സൗഖ്യമാക്കിയത്. ഉത്തരം ഉറപ്പിക്കാം. ഉത്തരം ഓപ്ഷൻ സി, ഉത്തരം ഉറപ്പിക്കുകയാണ്. ഈ ചോദ്യത്തിൽ നിന്നുകൊണ്ട് ഒരു കാര്യം ചോദിക്കുകയാണ്. നമ്മൾ വിശ്വാസപരമായി രോഗസൗഖ്യത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പം നമ്മളൊരു മെഡിക്കൽ പ്രൊഫഷനിൽ നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു രോഗി വരുമ്പോൾ ഏതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ അവർക്ക് ആവശ്യമായ മരുന്നുകൾ കൊടുക്കണം. എങ്കിലും ഏതൊരു ഘട്ടത്തിലാണ് ഒരു രോഗിക്ക് രോഗശാന്തിയിൽ ഒരു വിശ്വാസത്തിന്റെ ആവശ്യം വരുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ എൻ്റെ ജോലിയിൽ ഇങ്ങനെ അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളെ കൊണ്ട് മാതാപിതാക്കൾ വരുമ്പോൾ മരുന്നിന് അതിൻ്റെതായിട്ടുള്ള എഫക്റ്റ് ഉണ്ട്, അതിനൊരു മെക്കാനിസം ഉണ്ട്. പക്ഷെ ചില സമയത്ത് ആ മരുന്ന് ആ ഒരു ശരീരത്തിൽ ഏൽക്കണമെങ്കിലും ഒരു എഫക്റ്റ് വരണമെങ്കിലും അവിടെ ഒരു ദൈവപ്രവൃത്തി നടക്കണം.
എൻ്റെ പ്രാക്ടീസിൽ തന്നെ കരയുന്ന മാതാപിതാക്കളുടെ ആ ഒരു കണ്ണുനീര് കണ്ട് ഞാൻ മരുന്ന് പോകുന്നുണ്ട്. പക്ഷേ ആ ഒരു സിക്കായിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ദൈവം കരം വെച്ച് പ്രാർത്ഥിക്കാനൊക്കെ അവസരം തന്നിട്ടുണ്ട്. അതൊക്കെ മാതാപിതാക്കൾക്ക് ഒരു ആശ്വാസമായിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ അവർക്കൊരു മരുന്നിൻ്റെ എഫക്റ്റ് ഉണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ആ ഒരു പ്രെയറിലുള്ള ഒരു മിറക്കിൾ അത് കാണാനും ദൈവം സഹായിച്ചിട്ടുണ്ട്. സോ നിശ്ചയമായിട്ടും മരുന്നിന് അതിൻ്റെ റോളുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ് നമുക്ക് ഹീലിംഗ്, രോഗത്തിന് സൗഖ്യം തരുന്നത് ദൈവം തന്നെയാണ്. അത് പ്രാർത്ഥനയിൽ തന്നെ അനുഭവിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു മെഡിക്കൽ ഡോക്ടർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ക്രെഡിബിലിറ്റി ഉണ്ട്. നമ്മൾ പ്രാർത്ഥനാപൂർവ്വമാണ് ഓരോ രോഗികളെയും ചികിത്സിക്കുന്നത്. കാരണം നമ്മൾ മരുന്ന് കൊടുത്താലും അത് എഫക്റ്റ് ആകണമെങ്കിൽ അതിനകത്ത് ദൈവം സഹായിക്കണം. അങ്ങനെ അല്ലാതെ മരണത്തിലേക്ക് വഴുതി വീണിട്ടുള്ള ആളുകളും ഒരുപാടുണ്ട്. ഇപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം, 5ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ സി ഉത്തരം ശരിയാണോ? ഓപ്ഷൻ സി ഉത്തരം ശരിയാണ്. ഇതിൽ യേശു ചെയ്യാത്ത അത്ഭുതം സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ മുടമ്പിനെ സൗഖ്യമാക്കിയതാണ്. അത് പത്രോസും യോഹന്നാനുമാണ്. ഭിക്ഷ യാചിച്ച് പത്രോസിനോടും യോഹന്നാനോടും അവൻ പണം കിട്ടുമോ എന്ന് കരുതി നോക്കുമ്പോൾ, ഞാൻ വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവൻ്റെ കരം പിടിച്ച് എഴുന്നേൽപ്പിച്ചത് പത്രോസും യോഹന്നാനുമാണ്. പരിശുദ്ധാത്മാവിൽ ആ അത്ഭുതം ചെയ്തിട്ടുള്ളത്. ആ ഉത്തരം പൂർത്തിയാക്കുമ്പോൾ 1500 രൂപ സമ്മാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വേഗത്തിൽ പോകാം. 2ാമത്തെ റൗണ്ടിലെ 2ാമത്തെ ചോദ്യം, അതായത് 6ാമത്തെ ചോദ്യം. സാക്ഷ്യം പറയുന്നവർ 3 ഉണ്ട്. അവയിൽ ഉൾപ്പെടാത്തത് ഏത്? എ ആത്മാവ്, ബി തീ, ഓപ്ഷൻ സി രക്തം, ഓപ്ഷൻ ഡി ജലം. ഇതൊരു വാക്യമാണ്. സാക്ഷ്യം പറയുന്നവർ 3 ഉണ്ട്. ഇതിനകത്ത് ഒരു കാര്യം സാക്ഷ്യം പറയുന്നില്ല. ആലോചിക്കാൻ സമയമെടുക്കാവുന്നതാണ്. ആത്മാവ്, രക്തം, ജലം, തീ. ഇതിനകത്ത് സാക്ഷ്യം പറയാത്തത് ഏത്? ഓപ്ഷൻ ബി തീ. ഓപ്ഷൻ ബി തീ. ഉത്തരം ഉറപ്പിക്കാം? ഉറപ്പിക്കാം. ഓക്കെ, ഓപ്ഷൻ ബി തീ ഉത്തരം ഉറപ്പിക്കുകയാണ്. ഇത് എനിക്ക് തോന്നുന്നു യോഹന്നാന്റെ ലേഖനത്തിലെ ഒരു വാക്യമാണെന്ന്. യോഹന്നാന്റെ ലേഖനമോ യാക്കോബിന്റെ ലേഖനത്തിലൊരു വാക്യമാണ് സാക്ഷ്യം പറയുന്നവർ 3. അപ്പൊ അത് ആത്മാവ് ഏതായാലും സാക്ഷ്യം പറയും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടറിയാം. രക്തം സാക്ഷ്യം പറയും എന്നുള്ളത് ബൈബിൾ പല ഭാഗത്ത് രക്തത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹാബേലിന്റെ രക്തം ഭൂമിയിൽ നിന്ന് നിലവിളിക്കുന്നു എന്ന് ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്. ജലം സാക്ഷ്യം പറയും. ജലം നമ്മുടെ പല പ്രവൃത്തികൾക്കും സാക്ഷ്യമാണ്. അങ്ങനെ അതും മനസ്സിലാക്കാം. അപ്പൊ ഇതിനകത്ത് സാക്ഷ്യം പറയാത്തത് തീയാണോ? തീയും പല ശുശ്രൂഷകൾക്ക് വളരെ വേണ്ടപ്പെട്ടതാണ്. പ്രത്യേകിച്ച് യാഗപീഠത്തിൽ ശുശ്രൂഷകൾക്ക് ഏലിയാവ് തീ ഇറക്കിയതിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. അപ്പം നമുക്കിതിൻ്റെ ഉത്തരം നമുക്ക് പരിശോധിക്കാം. തീയാണോ സാക്ഷ്യം പറയാത്തതെന്ന്. ഈ 6ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി തീ. ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. വളരെ കൃത്യമായ ഉത്തരം പറഞ്ഞപ്പോൾ 2000 രൂപ സമ്മാനമായിട്ട് ലഭിച്ചിട്ടുണ്ട്. 1000 രൂപയാണ് നമ്മുടെ സേഫ് സോണിൽ നിൽക്കുന്നത്. അടുത്ത 2 ചോദ്യത്തിനും കൂടി ഉത്തരം പറയുമ്പോഴാണ് 3000 രൂപയിലെത്തുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അടുത്ത ചോദ്യത്തിൻ്റെ ടൈമർ പോകുമ്പോൾ ഭയപ്പെടേണ്ട. അതിനകത്ത് ആ സമയം കൊണ്ട് ചോദ്യത്തിന് ഉത്തരം പറയണോ വേണ്ടയോ തീരുമാനിക്കാം. അല്ലെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്യുകയാണെന്ന് പറയാം. ബുദ്ധിമുട്ടാണെങ്കിൽ ക്വിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മുമ്പോട്ട് പോകാം. മുമ്പോട്ട് പോവുകയാണെങ്കിൽ ആവശ്യത്തിന് സമയമെടുത്ത് മുമ്പോട്ട് പറയണമെന്നില്ല. ഉത്തരം പറയാൻ കഴിയുമെങ്കിൽ സമയം മുമ്പിലുണ്ട്. അതുകൊണ്ട് ടെൻഷൻ അടിക്കാതെ ആലോചിച്ച് വായിച്ച് കൃത്യമായി ഉത്തരം പറഞ്ഞാൽ മതി. അപ്പോൾ ഈ റൗണ്ടിലെ 2ാമത്തെ റൗണ്ടിലെ 3ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് രീതിയിലാണ് ശമരിയ സ്ത്രീ യേശുവിനെ സംബോധന ചെയ്തത്? ശമരിയ സ്ത്രീ യേശുവിനെ വിളിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ യജമാനൻ, ഓപ്ഷൻ ബി പ്രവാചകൻ, ഓപ്ഷൻ സി മഷിഹ, ഓപ്ഷൻ ഡി ഇവ 3ഉം യേശുവിനെ ശമരിയ സ്ത്രീ വിളിച്ചിട്ടുണ്ട്. ആലോചിച്ച് ഉത്തരം പറഞ്ഞാൽ മതി. താഴെ കൊടുത്തിട്ടുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 4ാം അധ്യായത്തിലാണ് യേശുവും ശമരിയ സ്ത്രീയും തമ്മിൽ കാണുന്നത്. ശമരിയ സ്ത്രീയുടെ കാര്യങ്ങളൊക്കെ യേശു പറയുന്നുണ്ട്. അവൾക്ക് മാത്രം അറിയാവുന്ന രഹസ്യങ്ങൾ പറയുന്നുണ്ട്. വെള്ളം കൊടുക്കാൻ ചോദിക്കുന്ന സാഹചര്യത്തിലാണ് യേശുവിനെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ അഭിസംബോധന ചെയ്യുന്നുണ്ട്. യേശുക്രിസ്തു കാര്യങ്ങളെല്ലാം വിവരിച്ചതിന് ശേഷം അഭിസംബോധന ചെയ്യുന്നുണ്ട്.
യേശുവിലൂടെ ചില യേശുവായിട്ടുള്ള കോൺവെർസേഷൻ മനസ്സിലാക്കിയതിന് ശേഷവും യേശു ആരാണെന്നൊക്കെ തിരിച്ചറിയുന്നുണ്ട്. ഓപ്ഷൻ ബി പ്രവാചകൻ. ഓപ്ഷൻ ബി പ്രവാചകൻ. ഉത്തരം ഉറപ്പിക്കുക. ആലോചിക്കാൻ വേണമെങ്കിൽ സമയം എടുക്കാവുന്നതാണ്. സമയം ഉള്ളതുകൊണ്ട്, ഈ ചോദ്യത്തിൽ സമയം ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ ഒന്നുകൂടെ ആലോചിച്ച് അതേ ഉത്തരം തന്നെ ഉറപ്പിച്ചാലും കുഴപ്പം. പ്രവാചകൻ. ഓപ്ഷൻ ബി പ്രവാചകൻ. യേശുവിനെ ആ സ്ത്രീ, ശമരിയ സ്ത്രീ വിളിച്ചിട്ടുള്ളത് പ്രവാചകനാണ്. ഓക്കെ, ഓപ്ഷൻ ബി പ്രവാചകൻ. ഉത്തരം ഉറപ്പിക്കാം. ശമരിയ സ്ത്രീയുമായിട്ട് യേശു കാണുമ്പോൾ, യേശു യാക്കോബിന്റെ ഉറവിനരികെ ഇരിക്കുമ്പോൾ ശമരിയ സ്ത്രീ വരുമ്പോൾ കർത്താവ് എനിക്ക് വെള്ളം കുടിക്കാൻ തരാൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ശമരിയ സ്ത്രീ ചോദിക്കുന്നത്, നീ ഒരു യഹൂദനായിരിക്കെ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്നാണ് ചോദിക്കുന്നത്. അതിനുശേഷം യജമാനൻ എന്ന് യേശുവിനെ ശമരിയ സ്ത്രീ അഭിസംബോധന ചെയ്യുന്നതായിട്ട് ആ ഭാഗത്ത് നമുക്ക് കാണാം. യജമാനൻ എന്നും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ശമരിയ സ്ത്രീ ഈ കാര്യം പറയുമ്പോൾ, മറ്റു കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ, എനിക്ക് ഭർത്താവില്ല എന്ന് ശമരിയ സ്ത്രീ പറയുമ്പോൾ കർത്താവ് അവളോട് പറയുന്നുണ്ട്, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല എന്ന് യേശു പറയുമ്പോൾ അവളുടെ കാര്യങ്ങളെല്ലാം വിവരിച്ച് പറഞ്ഞതുകൊണ്ട് ബിയിൽ പറഞ്ഞിരിക്കുന്ന യേശുവിനെ നീ ഒരു പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു എന്ന് ആ സ്ത്രീ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ യേശുവുമായിട്ടുള്ള തുടർന്നുള്ള കോൺവെർസേഷൻ നടക്കുമ്പോൾ യേശു ഒരു പ്രവാചകനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഒരു ചോദ്യമായ ശമരിയ സ്ത്രീ ചോദിക്കുകയാണ്. ആ ചോദ്യം, നമ്മൾ എവിടെയാണ് സത്യത്തിൽ ആരാധിക്കേണ്ടത്? ഞങ്ങൾ ഇവിടെ ഗെരിസീം മലയിൽ ആരാധിക്കുന്നുണ്ട്, നിങ്ങൾ യെരൂശലേമിൽ ആരാധിക്കണമെന്ന് പറയുന്നു. അപ്പൊ എവിടെയാണ് ആരാധിക്കേണ്ടത്? യേശു ഒരു പ്രവാചകനാണെന്ന് അറിഞ്ഞപ്പോൾ പ്രവാചകനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ചോദിക്കുക, എവിടെയാണ് സത്യത്തിൽ ആരാധിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞത് ആ മലയിലും അല്ല യെരൂശലേമിലും അല്ല, രണ്ടിടത്തും അല്ല. സത്യനമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നാഴിക വരുന്നു. ഒരു പ്ലേസിന് ഒരു ഇമ്പോർട്ടൻ്റ് ഇല്ല. നമ്മുടെ ഹൃദയത്തിനും നമ്മൾ കൊടുക്കുന്ന ആരാധനയ്ക്കുമാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ ബിയിൽ പറഞ്ഞിരിക്കുന്ന പ്രവാചകൻ എന്നാണോ, അതോ ഓപ്ഷൻ എയിൽ യജമാനനാണോ, അതോ മശിഹയാണോ? ഏത് രീതിയിലാണ് ശമരിയ സ്ത്രീ യേശുവിനെ വിളിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത്? ഓപ്ഷൻ ബി പ്രവാചകൻ. ഉത്തരം ശരിയാണോ? ഇവ മൂന്നും, ഓപ്ഷൻ ബി പ്രവാചകൻ എന്ന് മാത്രമല്ല, യജമാനനെ എന്ന് യേശുവിനെ വിളിച്ചിട്ടുണ്ട്. മശിഹ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അവൾ ശമരിയ പട്ടണത്തിലേക്ക് മടങ്ങിപ്പോയി ആളുകളെ കൂട്ടിക്കൊണ്ടുവരുന്നത്. ഏതായാലും അതിനകത്ത് ചെറിയ മിസ്റ്റേക്കുകൾ, ചെറിയൊരു ആശയക്കുഴപ്പം വരുന്നത് കൊണ്ടാണ് ആ ഉത്തരം തെറ്റായി സംഭവിച്ചത്. പക്ഷേ ഡോക്ടർ വളരെ നല്ല രീതിയിൽ ഇതുവരെ മത്സരിച്ചു, വളരെ നല്ല രീതിയിൽ ചിന്തിച്ച് കാര്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. നിരാശയോടല്ല മടങ്ങിപ്പോകുന്നു. 1ാം റൗണ്ട് ഫിനിഷ് ചെയ്തതിൻ്റെ 1000 രൂപ സമ്മാനമായി ലഭിച്ചിട്ടുണ്ട്. ഈ 3 യജമാനെന്നും പ്രവാചകനെന്നും മശിഹയെന്നും യേശുവിനെ ശമരിയ സ്ത്രീ മനസ്സിലാക്കുകയും വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവ 3 എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഏതായാലും നല്ലപോലെ മത്സരിച്ചതിന് ബൈബിൾ ബ്രെയിൻസിൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഡോക്ടറുടെ ആ ഡ്രീമിനെ ദൈവം സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അനേകർക്കൊരു തണലാകാൻ ഈ പ്രൊഫഷൻ ശുശ്രൂഷയിൽ ഇങ്ങനെ ആരും, എനിക്ക് തോന്നുന്നു, ഇങ്ങനെ ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ശുശ്രൂഷയോട് സഹകരിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. അങ്ങനെ ഒരു ശുശ്രൂഷയിലേക്ക് ചുവടുവെക്കാൻ കാണിച്ച ആ ധൈര്യം, ആ മനസ്സ്, ആ സമർപ്പണം, അതിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും ആശംസകളും നേരുന്നു. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ, +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണാവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടിയും. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ.
ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. ബന്ധപ്പെടുക 9473727226 9400520990. ഗുഡ് ന്യൂസ് പെന്തക്കോസ്തിൻ്റെ മുഖശോഭ. ഇന്നത്തെ ഗുഡ് ന്യൂസ്, നാളത്തെ ചരിത്രം. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കേൾക്കുക, കാണുക. പെന്തക്കോസ്തിൻ്റെ ചരിത്രം വിരൽ തുമ്പിൽ. ഇനി പ്രേക്ഷകർക്കായുള്ള ചോദ്യമാണ്. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ മൂന്നാം സൂചന. തക്ക സമയത്തെ എൻ്റെ ഇടപെടൽ കാരണം രക്തപാതകത്തിൽ നിന്ന് ഒഴിവായ അതേ യജമാനൻ തന്നെ പിന്നീട് എന്നെ ഭാര്യയായി സ്വീകരിച്ചു. നിങ്ങളുടെ ഉത്തരം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സമർപ്പിക്കുക. ബൈബിൾ ബ്രെയിൻസിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ആരുമാകട്ടെ, ഏത് പ്രസ്ഥാനമോ ഏത് വിശ്വാസമോ ബൈബിൾ വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ മത്സരത്തിൽ ഉത്തരം നൽകാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പങ്കെടുക്കാം. അതിനുവേണ്ടി ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേര്, വയസ്സ്, സ്ഥലം, നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനം അവയെല്ലാം രേഖപ്പെടുത്തി ഞങ്ങൾക്ക് അയക്കുക. നിങ്ങൾക്കും പങ്കെടുക്കാൻ ഇതാ സുവർണാവസരം. ബദേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് എഡ്യൂക്കേഷൻ ഗ്രൂപ്പ് ബൈബിൾ ബ്രെയിൻസ് എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 8 മണിക്ക് നിങ്ങളുടെ ഗുഡ് ന്യൂസ് ലൈവിൽ. നമുക്ക് ബൈബിൾ ബ്രെയിൻസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ.